സാധാരണ കരൾ രോഗം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മദ്യപാനത്തോടാണ് ഉപമിക്കാറ്. അതിൽ അൾട്രാസൗണ്ടിൽ ഗ്രേഡ് 1 കാണിച്ചു എന്താ ചെയ്യേണ്ടത്. ഇതിൽ എക്സസൈസ് വരുന്ന ഗ്ലൂക്കോസ് ഫാറ്റായിട്ട് നമ്മുടെ ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. ഗ്രേഡ് 1 നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ചോറ് ഒരു സൈഡ് ഡിഷ് മാത്രമാണ്. ബാക്കി വെജിറ്റബിൾസ്, പ്രോട്ടീൻസ് ഒക്കെയാണ് മെയിൻ ഡയറ്റായിട്ട് കഴിക്കുന്നത്. ഫാസ്റ്റ് ഫുഡ് സംസ്കാരവും മാറിയ ജീവിതശൈലിയും കേരള ജനതയ്ക്ക് അല്ലെങ്കിൽ ലോക ജനതയ്ക്ക് സമ്മാനിച്ച ഒരു സ്ഥിതിവിശേഷമാണ് ഫാറ്റി ലിവർ അഥവാ കരളിൽ കൊഴുപ്പടിയുന്ന അവസ്ഥ. എന്താണ് ഫാറ്റി ലിവർ? നമ്മുടെ കരൾ ആണ് നമ്മുടെ ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ, അതായത് ടോക്സിക്കായ വിഷാംശം കലർന്ന നമ്മുടെ ശരീരത്തിനുള്ളിലെത്തുന്ന വിഷാംശം കലർന്ന ഭാഗങ്ങളെ അതിൻ്റെ വിഷാംശം കളഞ്ഞ് പുറത്ത് തള്ളുക എന്നുള്ളതാണ് നമ്മുടെ ലിവറിൻ്റെ മെയിൻ ഫങ്ഷൻ. അതായത് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്ത് ദോഷകരമായ സംഭവങ്ങൾ ഉണ്ടായാലും അതിനെ മാറ്റി നമ്മുടെ ശരീരത്തിന് ദോഷമല്ലാത്ത രീതിയിൽ പുറത്ത് കളയുക എന്നുള്ള ലിവറിൻ്റെ ഫങ്ഷൻ അതിനെ ബാധിക്കുന്ന രീതിയിൽ ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. ഇതിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കരൾ കോശങ്ങൾക്ക് പകരം അവിടെ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ്. റെഗുലറായിട്ട് എല്ലാവരും ഹെൽത്ത് ചെക്കപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതായത് ഒരാവശ്യമില്ലെങ്കിലും അൾട്രാസൗണ്ട് ചെയ്യുന്ന ഒരു കാലമാണിത്. അത് തെറ്റല്ല. പലപ്പോഴും അതിൽ കണ്ടുവരുന്നത് ഒരു ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ഗ്രേഡ് 2 ഫാറ്റി ലിവർ. അപ്പോൾ എപ്പോഴും ഫോണിൽ മെസ്സേജ് വരും, ഞാൻ വെറുതെ ഒരു ചെക്കപ്പ് ചെയ്തു, അതിൽ അൾട്രാസൗണ്ടിൽ ഗ്രേഡ് 1 കാണിച്ചു, എന്താ ചെയ്യേണ്ടത്. സയൻറ്റിഫിക്കായിട്ട് പറയുന്നത് NAFLD എന്നാണ്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ഇത് സാധാരണ കരൾ രോഗം എന്ന് കേൾക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മദ്യപാനത്തോടാണ് ഉപമിക്കാറ്. ഇതെന്നാൽ മദ്യപിക്കുന്ന ആൾക്കാർക്ക് മാത്രമല്ല മറ്റു ആളുകളിലും വന്നേക്കാവുന്ന ഒരു അസുഖമാണ്. അത് എങ്ങനെ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ പ്രധാനമായ റീസൺ ഒബീസിറ്റിയാണ്, അഥവാ പൊണ്ണത്തടി. അത് പല ആളുകളിലും ഇന്നത്തെ മാറിയ ആഹാരചര്യ കാരണവും പിന്നെ പല ജോലികളും ഇരുന്ന് ചെയ്യുന്ന ജോലികളായതുകൊണ്ടും അധികം ഹാർഡ് വർക്ക് വേണ്ടി വരാത്തതുകൊണ്ടും എസ്പെഷ്യലി കേരള ഫുഡിലുള്ള ഹൈ കാർബോഹൈഡ്രേറ്റ്, കാർബ്സ് കൂടുതൽ ഉള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നതിലൂടെയാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. അത് ഞാൻ മദ്യപിക്കുന്നില്ല, എന്നിട്ടും അത് വളരെ കോമണായി എന്നെ വിളിച്ച് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ഇതുവരെ മദ്യപിച്ചിട്ടില്ല, പക്ഷേ എന്തുകൊണ്ടാണ് ഡോക്ടറെ എനിക്ക് ഫാറ്റി ലിവർ വന്നത്? അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരിക്കലും മദ്യപിക്കുന്നത് കൊണ്ടല്ല, നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ എക്സസൈസ് കുറവും കാരണം ഉണ്ടാകുന്ന വ്യായാമക്കുറവും കാരണം ഉണ്ടാകുന്നതാണ്. അതിന് മറ്റ് കാരണങ്ങളും ഉണ്ട്. പ്രധാനമായും ഇത് ഉണ്ടാകുന്നത് ഈ ഒബിസിറ്റി, ആരോഗ്യകരമല്ലാത്ത ഭക്ഷണ രീതി, പിന്നെ എക്സസൈസ് ഇല്ലായ്മയാണ് ഇത് ഫാറ്റി ലിവറിലേക്ക്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒബിസിറ്റി എടുക്കാം. എന്താണ് ഒബിസിറ്റിയിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാലറിയിൽ കൂടുതൽ നമ്മൾ ആഹാരം ഉള്ളിലേക്ക് കാർബോഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ അത് ലിവറിൽ അത് സ്റ്റോർ ചെയ്യുകയാണ് യൂഷ്വലി ചെയ്യാം. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡും ഇപ്പോഴത്തെ ഡയറ്റും എല്ലാം വളരെ ഹൈ കാർബ് ഡയറ്റ് ആയത് കാരണം അതിൽ എക്സസൈസ് വരുന്ന ഗ്ലൂക്കോസ് ഫാറ്റായിട്ട് നമ്മുടെ ലിവറിൽ അക്യുമുലേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂടെ നമ്മൾ എക്സസൈസുകളോ മറ്റ് നമ്മുടെ ശരീരത്തിൽ നിന്ന് കാലറി പോകുന്ന വർക്കുകളോ ചെയ്യാതിരിക്കുമ്പോൾ അത് ഓരോ സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നു. പ്രധാനമായും 3 സ്റ്റേജുകളാണ് ഫാറ്റി ലിവർ കാണുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3. അപ്പോൾ പലപ്പോഴും ഈ ഹെൽത്ത് ചെക്കപ്പുകളിലൊക്കെ ഗ്രേഡ് 1 കാണുമ്പോൾ തന്നെ ആൾക്കാർ പേടിച്ചിട്ട് നമ്മളെ വിളിക്കാറുണ്ട്. ഗ്രേഡ് 1 അത്ര ഒരു കുഴപ്പമുള്ള സ്റ്റേജ് അല്ല. അതായത് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പം ഉള്ളൊരു സ്റ്റേജിലേക്ക് പോകാൻ സാധ്യതയുണ്ടെങ്കിലും ഗ്രേഡ് 1 നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. ഗ്രേഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% താഴെ കരളിൻ്റെ സെല്ലുകളെ ഫാറ്റ് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് ഗ്രേഡ് 1 ഫാറ്റി ലിവർ പറയുന്നത്. ഗ്രേഡ് 2 ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ 33 to 66% കരളിൻ്റെ സെല്ലുകളെ ഫാറ്റ് മാറ്റുമ്പോഴാണ് സ്റ്റേജ് 2 ആവുന്നത്. സ്റ്റേജ് 3 ആണ് 66%, കൃത്യമായി പറഞ്ഞാൽ 66% മുകളിൽ ലിവർ സെല്ലുകളെ ഫാറ്റ് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് സ്റ്റേജ് 3 ഫാറ്റി ലിവർ ഡിസീസ് വരുന്നത്. ഈ സ്റ്റേജ് 3 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് കൈൻഡ് ഓഫ് സിറോസിസ്, അതായത് നമ്മൾ ലിവർ സിറോസിസ് വന്ന രോഗികളെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. അതേ ഒരു കണ്ടീഷനിലേക്ക് തന്നെ പോകുന്ന ഒരു സ്റ്റേജാണ് സ്റ്റേജ് 3. അപ്പോൾ പലപ്പോഴും ചോദിക്കുന്നത്, ഞാനിത് എങ്ങനെ തിരിച്ചെനിക്കെൻ്റെ പഴയ അവസ്ഥയിലേക്ക് വരാം? തീർച്ചയായും ഇത് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഇതിന് പ്രത്യേകിച്ച് മരുന്നുകളോ മറ്റ് ഒറ്റമൂലികൾ എന്ന് പറയുന്ന സാധനങ്ങളോ ഒന്നും വർക്ക് ചെയ്യുന്നതായിട്ട് സയൻറ്റിഫിക്കലി പ്രൂവ്ഡ് അല്ല. നമുക്ക് തന്നെ നമ്മുടെ ജീവിതചര്യയിലും ആഹാരത്തിലും ഉണ്ടാകുന്ന ചേഞ്ചസിലൂടെ നമുക്ക് ഈ ഫാറ്റി ലിവർ തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഈ ഫാറ്റി ലിവറിൻ്റെ ഒപ്പം പലപ്പോഴും മുട്ടുവേദനകളായിട്ട് ആളുകൾ എൻ്റെ അടുത്ത് എത്തുന്നതാണ്. അപ്പോൾ എങ്ങനെ ഡോക്ടറെ ലിവറും ജോയിൻറ്റും തമ്മിൽ ബന്ധപ്പെടുന്നതെന്ന് ചോദിക്കാറുണ്ട്. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻ ഉണ്ടാകുമ്പോൾ
ജനറലി നമ്മുടെ ബോഡിയിലൊരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാകും. ഇൻഫ്ലമേറ്ററി എന്ന് വെച്ചാൽ നീരുവീക്കം. ആ നീരുവീക്കം ജോയിൻറ്റുകളെയും ബാധിക്കുകയും പലപ്പോഴും രോഗി ക്ഷീണം, തളർച്ച, മുട്ടുവേദന എന്നീ ബുദ്ധിമുട്ടുകളായിട്ടാണ് ഓർത്തോ ഡോക്ടറെ അടുത്ത് വരുന്നത്. ഡോക്ടറുടെ കുറ്റമല്ല, പലപ്പോഴും നമ്മൾ ജോയിൻറ്റിലേക്കായിരിക്കും ശ്രദ്ധിക്കുക ആസ് ആൻ ഓർത്തോപെഡീഷ്യൻ. പക്ഷേ ചിലപ്പോൾ രോഗിയുടെ ജനറൽ കണ്ടീഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും കണ്ണിന് മഞ്ഞ കളറുള്ളതായിട്ടും ശരീരത്തിന് മൊത്തത്തിൽ ക്ഷീണമുള്ളതായിട്ടും യൂറിന് മഞ്ഞ കളറുള്ളതായിട്ടും ഒക്കെ പറയാം. അപ്പോൾ ശരീരത്തെ ആസ് എ ഹോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവറും ഈ മുട്ടുവേദനയ്ക്കൊരു കാരണമായി. മുട്ടുവേദന മാത്രമല്ല, കൂടുതലും ഹിപ്പിനാണ് പെയിൻ വരിക. കാരണം ലിവർ കൂടുതൽ ഹിപ്പിലേക്കായതുകൊണ്ട് ആ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഏറ്റവും കൂടുതൽ ഹിപ്പിനെയാണ് ബാധിക്കുക. ഹിപ്പ്, മുട്ട് എന്നീ ജോയിൻറ്റുകളിലേക്കും ഈ വേദന ബാധിച്ച് രോഗികൾ പലപ്പോഴും ഓർത്തോപീഡിക് ഒപികളിലും എത്തുന്നതായി കാണുന്നുണ്ട്. മറ്റൊരു റീസണാണ് ഫാറ്റി ലിവർ ഡിസീസിൻ്റെത് ഈ ഹോർമോണൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്നത്. അത് ജന്മനാ തന്നെ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണവും ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതാണ്. ഇത് എങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ റെഗുലറായി ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത് 3 മാസം, 4 മാസം, 6 മാസം കൂടുമ്പോഴൊക്കെ ചെക്കപ്പുകൾ ആണ് ആൾക്കാർ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. യൂഷ്വലി ഗൈഡ് ലൈൻസ് പറയുന്നത് വർഷത്തിൽ ഒരു വട്ടമുള്ള അൾട്രാസൗണ്ട് സ്കാനിങ്ങിലൂടെ നമുക്കിത് നേരത്തെ കണ്ടെത്താവുന്നതാണ്. നേരത്തെ കണ്ടെത്തിയാൽ ചെറിയ ചെറിയ എക്സസൈസ്, പ്രധാനമായും എയറോബിക് എക്സസൈസുകളാണ് പറയുന്നത്. ജിമ്മിൽ പോകണമെന്നോ വർക്കൗട്ട് ചെയ്യണമെന്നോ അല്ല, ഡെയിലിയുള്ള 30 മിനിറ്റ്സ് വാക്ക്, അതിൽ 10 മിനിറ്റ്സ് ആയിട്ടുള്ള 3 സെഗ്മെൻറ്റ്. ആദ്യത്തെ കുറച്ച് ബ്രിസ്ക് വാക്ക്, പിന്നെ ഒരു 10 മിനിറ്റ്സ് ജോഗിങ്, പിന്നെ ഒരു 10 മിനിറ്റ്സ് ബ്രിസ്ക് വാക്ക്. ഇങ്ങനെ 30 മിനിറ്റ്സ് മോർണിംഗ് ആൻഡ് ഈവനിങ് വർക്കൗട്ട് തന്നെ മതിയാവും പലപ്പോഴും ഫാറ്റി ലിവർ കുറയ്ക്കാൻ. ഈ ഫാറ്റി ലിവറിൽ കൂടുതലും ട്രൈഗ്ലിസറൈഡ്സ് ആണ് കൂടുന്നത്. അത് നമ്മുടെ ചോറിൽ നമുക്ക് മലയാളികൾക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് വരാം. ചോറ് നമ്മുടെ ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ എന്നാൽ ഫാറ്റി ലിവറിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു പ്രധാന ഭക്ഷണ പദാർത്ഥമാണ് ചോറ്. നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുപോകാൻ കഴിയും. പുറത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ പലപ്പോഴും പോകുമ്പോഴും, അല്ലെങ്കിൽ ഞാൻ പുറത്ത് UK യിലും US യിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ആ സമയങ്ങളിലൊക്കെ ചോറ് ഒരു സൈഡ് ഡിഷ് മാത്രമാണ്. ബാക്കി വെജിറ്റബിൾസ്, പ്രോട്ടീൻസൊക്കെയാണ് മെയിൻ ഡയറ്റായിട്ട് കഴിക്കുന്നത്. എന്തുകൊണ്ടോ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ചോറൊരു പ്രധാന ആഹാരമായി മാറിയതുകൊണ്ട് ഉണ്ടായ ഒരു പ്രോബ്ലമാണ്. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാരം വളരെ കുറച്ച് കഴിക്കുകയും എക്സസൈസുകളിലൂടെയും പിന്നെ സ്ഥിരമായി ചെക്ക് ചെയ്യേണ്ട മറ്റ് ഒരു ഇതാണ്, പ്രത്യേകിച്ച് സ്റ്റേജ് 2 ഒക്കെ എത്തിയ ആൾക്കാർ നമ്മുടെ ലിവറിൻ്റെ എൻസൈം ALT, AST എന്ന് പറയും, അല്ലെങ്കിൽ SGLT, SGPT എന്ന് പറയും, അങ്ങനെയുള്ള എൻസൈമുകൾ സ്ഥിരമായി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അടുത്ത സ്റ്റേജിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നേരത്തെ ഡയഗ്നോസ് ചെയ്യാൻ. കാരണം പലപ്പോഴും ചില റെയർ കണ്ടീഷൻസ് NAFLD, അതായത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്ന കണ്ടീഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളും നമ്മൾ മറന്നു പോകരുത്. ഒബിസിറ്റി കാരണമാണ് എന്ന് നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്യരുത്. അത് പ്രോപ്പറായി ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റിൻ്റെ സഹായത്തോടെ മാത്രമേ ഈ ഫാറ്റി ലിവർ ഡിസീസിനെ ചികിത്സിക്കാൻ പാടുള്ളൂ. ഒരു നല്ല വ്യായാമ മുറയും ആഹാര രീതിയും ഇന്ന് വളർന്നു വരുന്ന തലമുറയിൽ രൂപപ്പെടുത്തിയെടുക്കുകയാണെങ്കിൽ ഭാവി തലമുറയിലെങ്കിലും ഫാറ്റി ലിവർ ഡിസീസ് എന്ന് പറയുന്ന കണ്ടീഷൻ ആളുകളുടെ മനസ്സിലേക്ക് ഒരു ഭീതി പരത്തുന്ന ഒരു സംഭവമായി വളരാതിരിക്കാൻ സഹായിക്കുമെന്ന് കരുതുന്നു.